ॐ गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्रीगुरवे नमः। ॐ ശ്രീനാരായണ പരമഗുരവേ നമഃ. ഗുരുപാദങ്ങളിൽ പ്രണാമം. ആചാര്യന് പാദ നമസ്കാരം. കേൾക്കാനിരിക്കുന്ന എല്ലാവർക്കും നമസ്തേ. നമ്മൾ മാണ്ഡ്യൂക്യ ഉപനിഷത്താണ് വിചാരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാണ്ഡ്യൂക്യ ഉപനിഷത്ത് എന്ന് പറയുമ്പോൾ ഉപനിഷത്തുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപനിഷത്താണ്. ഉപനിഷത്തുകളിൽ ഒന്നാണ് മാണ്ഡ്യൂക്യ ഉപനിഷത്ത്. അതിന്റെ ആമുഖത്തിലൂടെയാണ് പോകുന്നത്. എന്തിനാണ് നമ്മൾ ഈ ഉപനിഷത്ത് പഠിക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ ഭഗവാൻ തൃപ്പാദങ്ങൾ നമുക്ക് 63 ജ്ഞാനാമൃതങ്ങൾ തന്നിട്ടുണ്ട്. അത് നമുക്ക് സ്വരിക്കാൻ അറിയാം, അതിൻ്റെ സാമാന്യ അർത്ഥങ്ങൾ അറിയാം. അതിലൂടെയൊക്കെ നമ്മൾ നിത്യവും പോകുന്നുണ്ട്. പക്ഷേ അതിന് ഉള്ളിൽ ഒരു ജ്ഞാനാമൃതത്തിന് തന്നെ പല വിധത്തിലുള്ള അർത്ഥങ്ങളുണ്ട്. ഇപ്പൊ ഭഗവാന്റെ ദർശനമാണെന്ന് പറഞ്ഞ് ഈ 63 ജ്ഞാനാമൃതവും, ദർശനങ്ങളെന്ന് പറയുന്നതെല്ലാം ഉപനിഷത്തുകളാണ്. ഭഗവാൻ തന്നിട്ടുള്ള ഈ 63 ജ്ഞാനാമൃതവും നമുക്ക് എന്താണ്? ഉപനിഷത്തുകളാണ്. ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഉപനിഷത്ത് യുക്തി രഹസ്യമോർത്തിതേണം. ആ ഉപനിഷത്തിനകത്തുള്ള രഹസ്യം ഓർക്കണം. പഠിക്കണം എന്നല്ല പറഞ്ഞ, ഓർക്കണം. അപ്പൊ നമ്മളത് നേരത്തെ തന്നെ പഠിച്ചിരിക്കണം. അത് ഓർത്തുകൊണ്ട് വേണം ഭഗവാന്റെ ഓരോ ജ്ഞാനാമൃതവും നമ്മൾ പഠിക്കേണ്ടത്. അപ്പൊ അതിനകത്തെല്ലാം ഓരോ ജ്ഞാനാമൃതത്തിലും ഉപനിഷത്ത് തത്വം, ആ ഉപനിഷത്ത് സാരാംശമാണ് അതിനകത്ത് മൊത്തം അടങ്ങിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആ അദ്വൈത സത്യമാണ് ഭഗവാൻ ഓരോ ജ്ഞാനാമൃതത്തിലും ഒളിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ അത് മനസ്സിലാവണമെങ്കിൽ നമ്മൾ ഉപനിഷത്ത് അറിയണം. അതിനാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു ഉപനിഷത്താണ് മാണ്ഡൂക്യ ഉപനിഷത്ത്. നമ്മുടെ ജീവിതം എന്താണ്? നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു, ഉറങ്ങുന്നു, സ്വപ്നം കാണുന്നു. അതിലൂടെ എങ്ങനെയാണ് നമ്മൾ കടന്നു പോകുന്നത്? നമ്മുടെ ആത്മാവുമായിട്ട് നമ്മൾ എങ്ങനെയാണ്, ആത്മജ്ഞാനം എങ്ങനെയാണ് നമ്മൾ അതിൽ നിന്ന് ഉണ്ടാകുന്നത്? നമ്മുടെ ജീവിതം എങ്ങനെ പോകാം, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഓരോന്ന് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ അത് നേടപ്പെടുന്നത് എങ്ങനെയാണ്? അതിലൂടെയൊക്കെ നമ്മൾ സഗുണോപാസനയിലൂടെ നിർഗുണോപാസനയിൽ എത്തപ്പെടുന്ന മാർഗമാണ് മാണ്ഡ്യൂക്യോപനിഷത്തിൽ പറഞ്ഞു തരുന്നത്. എന്താണ് ആത്മാവ്, എന്താണ് ഓംകാരം എന്ന് ഏറ്റവും നല്ലതുപോലെ വിശദീകരിക്കുന്ന ഒരു ഉപനിഷത്താണ് മാണ്ഡൂക്യോപനിഷത്ത്. അപ്പൊ അതിലൂടെ നമുക്ക് ആത്മവിചാരത്തിലൂടെ, ഓംകാര വിചാരത്തിലൂടെ, നമുക്ക് ആ ഓംകാര വിചാരത്തിലൂടെ ആത്മവിചാരത്തിൽ എത്തപ്പെടാനായിട്ട് സാധിക്കും. അങ്ങനെ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു ഉപനിഷത്താണ് മാണ്ഡൂക്യോപനിഷത്ത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മളത് വീണ്ടും ഒരു ആവർത്തനം എന്ന രീതിയിൽ വീണ്ടും പഠിക്കുന്നത്. എന്നെക്കൊണ്ട് അറിയാവുന്ന വ്യാഖ്യാനത്തിലൂടെയാണ് പോകുന്നത്, അറിയാവുന്ന ഒരറ്റത്തു കൂടെയാണ് പോകുന്നത്. അറിയാം, ഏറ്റവും കൂടുതൽ വ്യാഖ്യാനം ഉണ്ടായിട്ടുള്ള ഒരു ഉപനിഷത്ത് തന്നെയാണ് മാണ്ഡൂക്യോപനിഷത്ത് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ ഒരു അംശം എങ്കിലും നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം ആണ് നടക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ ഇൻട്രൊഡക്ഷൻ തുടങ്ങിയിരുന്നു. അതിൽ എങ്ങനെയാണ് നമ്മൾ ആദ്യ ആരാധനയൊക്കെ തുടങ്ങിയതെന്നും, ആ ദേവത ആരാധനയാണ്, ദേവന്മാരെ നമ്മൾ ആരാധിക്കുന്നതിനെയാണ് കർമ്മകാണ്ഡം എന്ന് പറയുന്നത്. അപ്പൊ വേദത്തിന്റെ ഒരു ഭാഗത്തെക്കുറിച്ച് മനസ്സിലാക്കിയിരുന്നു കർമ്മകാണ്ഡം. കർമ്മകാണ്ഡം എന്ന് പറയുമ്പോൾ അതിനകത്ത് 3 കാര്യങ്ങളും കൂടെ ഓർക്കണമെന്ന് പറഞ്ഞു. അതില് എന്താണ്? കർമ്മത്രയം വരുന്നുണ്ട്, ഫലത്രയം, ദോഷത്രയം. എല്ലാവർക്കും മനസ്സിലായി കാണും, വായിച്ചിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പം കർമ്മകാണ്ഡം കൊണ്ടും നമുക്ക് നിത്യ ആനന്ദം കിട്ടുന്നില്ല. കർമ്മകാണ്ഡ പ്രകാരമുള്ള ദേവത ആരാധന മൂലവും നമുക്ക് സ്വർഗപ്രാപ്തി മാത്രമേ ലഭിക്കുന്നുള്ളൂ മാക്സിമം. സ്വർഗപ്രാപ്തിയിലെത്തിയാലും വീണ്ടും നമ്മൾ
ജനന മരണ ചക്രത്തിലൂടെ പോകുമ്പോൾ അതൊരു നിത്യ ആനന്ദം അല്ല. അപ്പൊ നിത്യ ആനന്ദത്തിന് വീണ്ടും ആലോചിച്ചാണ് ദേവന്മാരെ ഉപാസിക്കാൻ തുടങ്ങി ഉപാസനാകാന്ഡം. അതും അതിലൂടെയും നമുക്ക് എന്താണ് നിത്യ ആനന്ദം അല്ല എന്ന് മനസ്സിലായി. അവിടെ ദേവന്മാരുമുണ്ട്, മനുഷ്യരുമുണ്ട്. ദേവന്റെ അടുത്ത് പോയി ഇരിക്കാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞു. അപ്പൊ അവിടെ ദ്വൈതമാണ്. ദ്വൈതം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയം ഉണ്ടാവും. ഭയമാണ് എന്താ ദുഃഖത്തിന് കാരണം എന്ന് പഠിച്ചു. അപ്പൊ ഉപാസനാകാന്ഡവും നിത്യ ആനന്ദം അല്ല എന്ന് മനസ്സിലാക്കിയ സത്യ അന്വേഷികളാണ്. എങ്ങനെയാണ് നമുക്ക് നിത്യ ആനന്ദം ലഭിക്കും എന്ന് അന്വേഷിച്ചതിന്റെ ഫലമായിട്ടാണ് അവരെന്ത് ചെയ്യാനായിട്ട് തുടങ്ങിയത്. അവരന്വേഷിച്ചപ്പോൾ എല്ലാം ദുഃഖത്തിനും കാരണം അജ്ഞാനം ആണ് എന്ന് മനസ്സിലായി. അജ്ഞാനമാണ് ദുഃഖത്തിന് കാരണം. അപ്പൊ ജ്ഞാനം ലഭിക്കണം. ജ്ഞാനം ലഭിക്കുന്നതിന് എന്താണ് മാർഗം എന്ന് അന്വേഷിച്ചപ്പോഴാണ് എന്താണ് നമ്മുടെ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും അടക്കിക്കൊണ്ട്, അല്ലെങ്കിൽ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും നിഗ്രഹിച്ചുകൊണ്ട് ആ സാധനാക്രമത്തിലൂടെ പോയി കഴിഞ്ഞാൽ, തപസ്സിലൂടെ സാധനയിലൂടെ പോയി കഴിഞ്ഞാല് ആ ആത്മാവിനെ, ആ സത്യത്തെ തിരിച്ചറിയാൻ പറ്റും. സത്യജ്ഞാനം അനന്തമായിട്ടുള്ള ആ ആത്മാവിനെ തിരിച്ചറിയാനുള്ള ഒരു മാർഗം അതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സത്യ അന്വേഷികള് എന്താണ് തപസ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ സാധന ചെയ്യാനായിട്ട് തുടങ്ങി. ഈ സാധന ചെയ്യാനായിട്ട് തുടങ്ങിയ സത്യ അന്വേഷികൾക്ക് ഒരു ഘട്ടം എത്തിയപ്പോൾ അവർക്ക് മന്ത്രരൂപേണ സത്യങ്ങളെ ദർശിക്കാനായിട്ടും കേൾക്കാനായിട്ടും, ശ്രവണത്തിലൂടെയും അവര് പോയി കഴിഞ്ഞപ്പോൾ അവർക്ക് കേൾക്കാനായിട്ടും കാണാനായിട്ടും ഒക്കെ സാധിച്ചു സത്യങ്ങളെ. സത്യങ്ങൾ എന്ന് പറയുന്നത് ദർശിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ദർശനം, ഭഗവാനും സത്യത്തെ ദർശിച്ചു, അതാണ് ദർശനം. അപ്പം ആ സത്യദർശനം എന്ന് പറയുന്നത് ഒരിക്കലും അസത്യമായി വരുന്നതല്ല, അത് സത്യങ്ങളാണ്. അപ്പൊ അങ്ങനെ സത്യങ്ങളായിട്ട് കിട്ടിയ ആ ദർശനങ്ങളെയാണ് മന്ത്രരൂപേണയാണ് അവര് ദർശിച്ചത്, അല്ലെങ്കിൽ കേട്ടത്. ആ മന്ത്രരൂപേണ ദർശിച്ചത്, അങ്ങനെ ദർശിച്ച ആളുകളെയാണ് എന്തെന്ന് പറയുന്നത്, ഋഷി എന്ന് പറയുന്നത്. ഋഷിമാർക്ക് അവരുടെ തപസ്സിന്റെ ഒരു ഘട്ടത്തിൽ അവർക്ക് മന്ത്രരൂപേണ സത്യങ്ങളെ ദർശിക്കാനായിട്ട് സാധിച്ചു. അവരുടെ ബുദ്ധിയിൽ നിന്ന് വന്നതല്ല, അവർക്ക് ദർശനത്തിലൂടെ കിട്ടുന്നതാണ്. അങ്ങനെ വന്നവരെ ആണ് ഋഷി എന്ന് പറയുന്നത്. അപ്പൊ ഋഷി എന്ന് പറയുന്നത് മന്ത്രദ്രഷ്ടാവ്, മന്ത്രങ്ങളെ ദർശിച്ചവർ, മന്ത്രദ്രഷ്ടാവ് എന്നും പറയാറുണ്ട് ഋഷിമാർ. അപ്പൊ അവരവിടെ അങ്ങനെ ആ മന്ത്രത്തെ ദർശിച്ച ഋഷിമാര് നിത്യ ആനന്ദമാണ് അനുഭവിക്കുന്നത്. അവിടെ നിത്യ ആനന്ദത്തിലൂടെയാണ് അവർ പോകുന്നത്. അപ്പൊ താൻ അനുഭവിച്ച ആനന്ദം, ആ നിത്യ ആനന്ദം കൂടെ ഇരിക്കുന്ന ശിഷ്യന്മാർക്കൊക്കെ ഓതിക്കൊടുക്കാറുണ്ട്. മന്ത്രമാവുമ്പോൾ അവരത് ഓതിക്കൊടുക്കാറുണ്ട്, എന്താണ് ദർശിച്ച സത്യങ്ങൾ എന്നുള്ളത്. അങ്ങനെ ഓതിക്കൊടുത്ത് അടുത്ത ശിഷ്യന്മാർക്ക് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ അവര് ദർശിക്കുന്ന കാര്യങ്ങൾ പിന്നെ അടുത്ത ആളുകൾക്ക് കിട്ടുന്നുണ്ട്. ഇങ്ങനെ മന്ത്രങ്ങള് ഇങ്ങനെ പരന്നിങ്ങനെ കിടക്കുവാണ്. അന്നത്തെ കാലത്ത് അക്ഷരമോ ലിപിയോ ഒന്നുമില്ല, എഴുതി വെക്കുന്നതിനോ ഒന്നുമില്ല. അപ്പം ഇവര് ഗുരുകുല വിദ്യാഭ്യാസത്തിൽ അല്ലെങ്കിൽ തപസ് ചെയ്തും ഒക്കെ കിട്ടുന്ന കാര്യങ്ങൾ അവരുടെ ഇങ്ങനെ മനസ്സിൽ കിടക്കുന്നതല്ലാതെ അവരൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പൊ ഈ മന്ത്രരൂപേണ പരന്നു കിടക്കുകയാണ് പിന്നെ എന്താണ് സത്യങ്ങൾ എന്ന് പറയുന്നത്. അത് നിത്യ ആനന്ദത്തിലേക്ക് നമ്മെ നയിക്കുന്നതുമാണ്. നിത്യാനന്ദം എന്ന് പറയുമ്പോൾ പരമമായ ജ്ഞാനമാണ്. അതെന്ന് പറയുന്നത് എന്താണ്, പിന്നീട് ജനന മരണത്തിലോട്ട് നമ്മെ കൊണ്ടെത്തിക്കാത്ത ആ പരമമായ ജ്ഞാനം, ആ മുക്തിപദത്തിലേക്ക്, എന്ന് വെച്ചാൽ മുക്തിപദം എന്ന് പറയുമ്പോൾ നമ്മുടെ ആ ഒരു ആനന്ദ തലത്തിലേക്ക് എത്തിപ്പെടുക എന്നുള്ള ആ ഒരു സത്യ ദർശനങ്ങളാണ് അവർക്ക് കിട്ടുന്നത്. അത് സാധാരണക്കാർക്കായിട്ട് ഉപദേശിച്ചു കൊടുക്കുന്ന, താൻ അനുഭവിച്ച ആനന്ദം, ഒരു ഋഷി അനുഭവിക്കുന്ന ആനന്ദം, ആ സത്യദർശനത്തിലെ ഏറ്റവും പരമമായ ആനന്ദമാണ് അവിടെ അനുഭവിക്കുന്നത്. തൃപാദങ്ങൾ അത് പറഞ്ഞു തന്നത് ജനനി നവരത്ന മഞ്ജരിയിൽ ഒരുപാട് തവണ കേട്ടതാണ്.
തണ്ടാരിൽ വീണു മധു ഉണ്ടാ രമിക്കും ഒരു വണ്ടാണ് സൂര്യസുപ്രതി. ആ ഒരു അനുഭവം, താമരയിൽ വീഴുന്ന വണ്ടിന്റെ അനുഭവം, അത് നിത്യ ആനന്ദമാണ്. ആ ആനന്ദത്തിൽ നിന്ന് പിന്നെ ആ വണ്ട് തിരിച്ചു മാറുന്നില്ല. അതിനകത്ത് തന്നെ അങ്ങ് മൂടപ്പെട്ടു പോവുകയാണ്. അതുപോലെ ഋഷിമാർ ആനന്ദത്തിൽ അമർന്നിരിക്കുകയാണ്. അതിൽ നിന്ന് വ്യത്യസ്തപ്പെട്ട് അതിൽ അമർന്നിരിക്കാതെ താൻ അനുഭവിച്ച ആനന്ദവും ജ്ഞാനവും സാധാരണക്കാർക്ക് ഉപദേശിക്കുന്നതിന് വേണ്ടിയിട്ട് താഴേക്ക് അല്ലെങ്കിൽ സമൂഹത്തിലേക്ക് ഇറങ്ങി വന്ന് അത് ആചരിക്കുകയും അവർക്ക് പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്ത ഋഷിമാരും ഉണ്ട്. അങ്ങനെ വന്ന ഋഷിയാണ് നമ്മുടെ ആധുനിക ലോകത്തുള്ള നമ്മുടെ ഋഷി എന്ന് പറയുന്ന മഹാഋഷി എന്ന് പറഞ്ഞ പദത്തിൽ നിന്ന് ആ ഗുരു ആയി മാറിയതാണ് ആരെന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരു. അപ്പൊ ആ ഋഷി എന്ന് പറയുന്നത് ആ പരമപദത്തിൽ ഇരിക്കുന്നവര്. സമൂഹത്തിലേക്ക് ഇറങ്ങി വന്നാൽ അവരെ ആരെന്ന് പറയാം? ഗുരു എന്ന് പറയാം. ഗുരു എന്ന് പറയുമ്പോൾ അത് ഒരു ഉപനിഷത്തിലൂടെ പഠിച്ചതാണ്. ഗു എന്ന് പറഞ്ഞാൽ അജ്ഞാനം, രു എന്ന് പറഞ്ഞാൽ ഇല്ലാതാക്കുക. ഗു ശബ്ദ രു ശബ്ദസ്ഥ നിരോധക അന്ധകാര നിരോധിത്വ ഗുരുരിത്യഭിധീയതേ. അന്ധകാരത്തെ നിരോധിക്കുന്നത് എന്താണോ അതിനെയാണ് ഗുരു എന്ന് പറയുന്നത്. അന്ധകാരത്തെ നിരോധിക്കുന്നതിനെ ഗുരു എന്ന് പറയുന്നു. അപ്പൊ ഗുരു എന്ന് പറയുന്നത് ഒരു ശബ്ദമാണ്, ഒരു നാദമാണ്, അത് സത്യമാണ്, അത് ഏകമാണ്. അപ്പൊ ആ ഗുരു എന്ന് പറഞ്ഞ ആ പദം എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് പിന്നെ ഗുരുസ്തോത്രമായാലും ഗുരു ഷഡ്ഗത്തിലൂടെ ആയാലും ഗുരു എന്താണ് എന്ന് ദ്വയോപനിഷത്തിലൂടെയും ഒക്കെ പഠിച്ച് കുറേശ്ശെ കേട്ടിരിക്കുന്ന ആളുകളാണ് ഇതിനകത്തുള്ളത്. ഗുരു സ്തോത്രത്തിലും എന്താണ് തത്വം ന ഗുരുരധികം തപ തത്വജ്ഞാനാത് പരം നാസ്തി മൈ ശ്രീ ഗുരു. ഗുരുവിനേക്കാൾ ശ്രേഷ്ഠമായ തത്വം വേറെ ഒന്നുമില്ല. ന ഗുരുരധികം തത്വം, ഗുരുവിനേക്കാൾ ശ്രേഷ്ഠമായ തത്വമില്ല. ന ഗുരുരധികം തപ, ഗുരുവിനേക്കാൾ ശ്രേഷ്ഠമായ വേറൊരു തപസ്സുമില്ല. ഗുരുരധികം തപ തത്വജ്ഞാനാത് പരം നാസ്തി, തത്വ സാക്ഷാത്കാരത്തെക്കാൾ ശ്രേഷ്ഠമായ വേറെ ഒന്നുമില്ല. തസ്മൈ ശ്രീ ഗുരവേ നമഃ, അങ്ങനെയുള്ള ഗുരുവിനായിക്കൊണ്ട് നമസ്കാരം. അപ്പൊ ഗുരുവിന്റെ ആ ശ്രേഷ്ഠത, ഗുരുവാണ് നമ്മുടെ മുന്നിലുള്ള തൃപ്പാദങ്ങൾ. തൃപ്പാദങ്ങൾ നമുക്ക് ഉപദേശങ്ങളായും ആദേശങ്ങളായും സന്ദേശങ്ങളായിട്ടും ഒരുപാട് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അതെല്ലാം ഭഗവാന്റെ ദർശനങ്ങളാണ്, സത്യദർശനങ്ങളാണ്. അത് തന്നെയാണ് നമ്മൾ ഓരോരുത്തരും പാലിക്കുന്നതും പാലിക്കപ്പെടേണ്ടതും. കഴിഞ്ഞ ദിവസം നമ്മൾ ഓണത്തിന്റെ സന്ദേശത്തിൽ നമ്മൾ പഠിച്ചതാണ്. അത് പാലിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിത്യവും ഓണമായിരിക്കും. നിത്യം ഓണം നമ്മൾ ആഘോഷിക്കണമെങ്കിൽ ഗുരുവിനെ പിന്തുടരുക. ഗുരുക്കന്മാര് നമുക്ക് ഒരുപാടുണ്ട്. ഗുരുക്കന്മാര് ആധുനിക ഗുരു എന്ന് പറയുന്ന ശ്രീനാരായണ ഗുരു, അല്ലാതെ തന്നെ നമുക്ക് ശ്രീബുദ്ധനുണ്ട്, വിവേകാനന്ദ സ്വാമികളുണ്ട്, ശങ്കരാചാര്യ സ്വാമികളുണ്ട്. അങ്ങനെ നമുക്ക് ഒരുപാട് നമുക്ക് ഇതുപോലെ തന്നിട്ടുള്ള ഗുരുവായി നമ്മുടെ മുന്നിൽ എത്തിയിട്ടുള്ള നമുക്ക് ഒരുപാട് ഉപദേശങ്ങൾ തന്നിട്ടുള്ള ഗുരുക്കന്മാരും. അപ്പൊ ആ ഗുരു മന്ത്രരൂപേണ ദർശിച്ച ഋഷിമാരെ മന്ത്രദ്രഷ്ടാവ് അല്ലെങ്കിൽ ഋഷി എന്നൊക്കെ അവരെ പറയുന്നു. അവര് ദർശിച്ച കാര്യങ്ങൾ അന്ന് ലിപികളൊന്നും ഇല്ലാഞ്ഞത് കൊണ്ട് ഇങ്ങനെ പരന്നു കിടക്കുകയായിരുന്നു. അത് 5000 വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഉള്ള വേദ പീരീഡിലുള്ളതാണ്, വേദ കാലഘട്ടം. ക്രിസ്തുവിന് 2500 വർഷം മുമ്പ് എന്ന് പറയുമ്പോൾ അത് വേദ കാലഘട്ടം എന്ന് പറയുമ്പോൾ അന്ന് അക്ഷരോ ലിപിയോ ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ ഇങ്ങനെ പരന്നു കിടന്നത് പിന്നെ ഈ ജ്ഞാനം വ്യക്തിയാൽ എഴുതപ്പെട്ടതല്ലാതെ കേട്ട് ശ്രുതി നമ്മൾ കർണപുടത്തിലൂടെ കേട്ട് വന്ന ആ ജ്ഞാനം, ആ ജ്ഞാനത്തിനെയാണ് എന്തെന്ന് പറയുന്നത്? ആ ജ്ഞാനത്തിനെയാണ് ഉപനിഷത്ത് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എന്തെന്ന് പറയുന്നത്? വേദാന്തം എന്ന് പറയുന്നു. അപ്പൊ ഈ ഉപനിഷത്ത് എന്ന് പറയുമ്പം നമ്മുടെ ആ സത്യരൂപേണ ദർശിച്ച കാര്യങ്ങൾ, അതാരാലും എഴുതപ്പെട്ടത് അല്ലെന്ന് പറഞ്ഞു. കാരണം അവർ കേട്ട കാര്യങ്ങളാണ്, അവരുടെ ബുദ്ധിയിൽ നിന്ന് വന്ന, ഋഷിമാരുടെ ബുദ്ധിയിൽ നിന്ന് വന്നതല്ല. അപ്പൊ നമ്മൾ ഒരെണ്ണം എഴുതുകയാണെങ്കിൽ എന്താ പറയും?
അത് അവരുടെ ബുദ്ധിയിൽ നിന്ന് വരുന്ന നമ്മളൊക്കെ ഓരോന്ന് എഴുതുമ്പോൾ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ എഴുതും. അതല്ല, മറ്റത് അവർക്ക് ദർശിച്ച കാര്യങ്ങൾ. അതുകൊണ്ടാണ് അതിനെ എന്തെന്ന് പറയുന്നത്? അപൗരുഷേയം എന്നും പറയാറുണ്ട്. അപൗരുഷേയം. ഈ ഉപനിഷത്തുകൾ എന്നൊക്കെ പറയുന്നത് അപൗരുഷേയം എന്ന് പറയുന്നതിന്റെ കാരണം അവരുടെ ബുദ്ധിയിൽ നിന്ന് വന്നതല്ല. അവര് ദർശിച്ച കാര്യങ്ങളാണ്. ഒരു പുരുഷനാലും എഴുതപ്പെട്ടതല്ല. അവര് കർണപരമ്പരയായി അവര് കേട്ട് കേട്ട് വന്ന കാര്യങ്ങളാണ് എന്തെന്ന് പറയുന്നത്? ഈ ഉപനിഷത്ത്. അത് പരമ്പരയായിട്ട് ഇങ്ങനെ നിലനിന്നു പോവുകയാണ്. അതുകൊണ്ടാണ് അന്നത്തെ കാലത്ത് മിക്കവാറും എല്ലാരും ഈ സത്യ അന്വേഷികളായിരുന്നു. 30 ദൈവങ്ങൾ എന്നൊക്കെ പറയുന്ന അവരെല്ലാം സത്യ അന്വേഷികളെല്ലാം ദൈവങ്ങൾ തന്നെയാ. അവരിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളെല്ലാം സത്യങ്ങൾ തന്നെയാ. അപ്പൊ അതുകൊണ്ട് അന്നൊക്കെ ഒരുപാട് ദൈവങ്ങൾ ഉണ്ടായിരുന്നു. പറയുന്ന ഋഷിമാരെല്ലാം അങ്ങനെയുള്ള പദത്തിൽ എത്തുന്നവരാണ്. പരമപദം അറിഞ്ഞവര്, സത്യം അറിഞ്ഞവര്. കപട സന്യാസികളെ കുറിച്ചല്ല പറയുന്നത്. സന്യാസികൾ, അങ്ങനെയുള്ളവര്. അപ്പം അതിനെ നമ്മൾ ഉപനിഷത്ത് എന്ന് പറയാൻ പറ്റും. വേദത്തിന്റെ അന്തിമ ഭാഗം എന്ന് പറയാൻ പറ്റും. വേദാന്തം. വേദം നമ്മളിപ്പം കർമ്മകാന്ഡം പഠിച്ചു, ഉപാസനാകാന്ഡം പഠിച്ചു. അതിന്റെ അവസാന ഭാഗം വേദാന്തം. അതിനെ മറ്റൊരു പേരിൽ അറിയപ്പെടുന്നതാണ് ജ്ഞാനകാന്ഡം. ജ്ഞാനകാന്ഡം എന്നും ഇതിനെ അറിയപ്പെടും. ജ്ഞാനമാണ്, അത് അറിവാണ് ജ്ഞാനകാന്ഡം. അപ്പൊ ഇവിടെ ശിഷ്യന്മാർക്ക് ഉപദേശിച്ചു കൊടുത്ത അനവധിയായിട്ടുള്ള സത്യങ്ങൾ ഇങ്ങനെ പരന്നു കിടക്കുവാണെന്ന് പറയും. അപ്പൊ ആ കിടക്കുന്ന കാര്യങ്ങളാണ് ഈ ജ്ഞാനകാന്ഡം അഥവാ എന്തെന്ന് പറയുന്നത്? ഉപനിഷത്ത്, അല്ലെങ്കിൽ ശ്രുതി, അല്ലെങ്കിൽ മറഞ്ഞു കിടന്നിരുന്നത് കൊണ്ട്, മറഞ്ഞു കിടന്നതാണല്ലോ ദർശിച്ചു വന്നത്. അതുകൊണ്ട് അതിന് എന്ന് പറയാറുണ്ട്. ശ്രുതി എന്ന് പറയാറുണ്ട്. കാരണം എന്തുകൊണ്ടാണ്? അവരുടെ ചെവി കൊണ്ട് കേട്ടതാണ്, കർണപുടത്തിലൂടെ കേട്ടതാണ്, സ്മൃതിയല്ല. സ്മൃതി ഇപ്പൊ രാമായണം മഹാഭാരതം ഒക്കെ വരുമ്പോ അത് സ്മൃതി. ഇതല്ല, ശ്രുതിയാണ്. ശ്രുതി എന്ന് പറയുമ്പം ആ ദർശിച്ച കാര്യങ്ങൾ തന്നെയാണ്. അപ്പം അവിടെ ആ അതിങ്ങനെ പരന്നു കിടക്കുകയാണെന്ന് പറഞ്ഞു. അപൗരുഷേയമായി കിടക്കുക ഉള്ള സാധനമാണെന്ന് പറഞ്ഞു. അപ്പൊ ഇതിനെ ക്രോഡീകരിച്ചത് ഒരു ഋഷി അല്ലെങ്കിൽ ഒരു മഹാജ്ഞാനിയാണ് ഇതിനെ ക്രോഡീകരിച്ചത്. നമുക്ക് നമ്മുടെ മുന്നിൽ എത്തത്തക്ക രീതിയിൽ ഒന്ന് ഭേദപ്പെടുത്തി, അല്ലെ അതിനെ ഒന്ന് തരംതിരിച്ച് നമ്മുടെ മുന്നിൽ തന്നത് ഒരു ഋഷിയാണ് നമുക്ക് മുമ്പിൽ തന്നത്. അത് യമുന നദിയുടെ ഇതിലുള്ള ഒരു ദ്വീപിൽ ജനിച്ച കൃഷ്ണദ്വൈപായനൻ എന്ന് പറഞ്ഞ ഒരു ഋഷിയാണ് അതിനെ നമുക്ക് ഈ വേദങ്ങളെ വിഭജിച്ച് തന്നത്. ഈ വേദങ്ങളെ വിഭജിച്ചത് കൊണ്ട് ആ ഋഷിക്ക് വേദവ്യാസൻ എന്ന പേരും വന്നു. വേദത്തെ വ്യസിപ്പിച്ചു, വേദത്തെ നമുക്ക് തരം തിരിച്ചു തന്നു. അതുകൊണ്ട് വേദവ്യാസൻ എന്ന പേരിൽ അറിയപ്പെട്ടു. യഥാർത്ഥ പേര് കൃഷ്ണദ്വൈപായനൻ എന്നായിരുന്നു ആ പേര്. ഒരു യമുനാ നദിയിലുള്ള ഒരു ദ്വീപിൽ ജനിച്ച കറുത്ത നിറത്തിലുള്ള ഒരു മുനി അല്ലെങ്കിൽ കറുത്ത വർണ്ണമുള്ള കൃഷ്ണ നിറമുള്ള ഒരു ഋഷിയായിരുന്നു ആരെന്ന് പറയുന്നത്? കൃഷ്ണദ്വൈപായനൻ. കൃഷ്ണന്റെ നിറമുള്ളത് കൊണ്ടായിരിക്കും കൃഷ്ണദ്വൈപായനൻ ദ്വീപിൽ ജനിച്ചത്, കൃഷ്ണദ്വൈപായനൻ. അപ്പം അത് പിന്നീട് നമുക്ക് വേദത്തെ വ്യസിപ്പിച്ചു തന്നത് കൊണ്ട് എന്താണ്? വേദവ്യാസൻ എന്ന് അറിയപ്പെട്ടു. അപ്പൊ പറഞ്ഞു ഈ ജ്ഞാനം ഇങ്ങനെ പരന്നു കിടക്കുകയാണ്. ഒരു ഇതുമില്ലാതെ വർഷങ്ങളായി അവർക്ക് കിട്ടുന്നത് ഒരു രേഖപ്പെടുത്തലും ഇല്ലാതെ പരന്നു കിടന്നതിനെയാണ് എന്ത് ചെയ്തത്? ഒന്ന് ക്രോഡീകരിച്ച് തന്നത് വേദവ്യാസൻ. അപ്പം അവിടെ 4ആയിട്ടാണ് വിഭജിച്ച് തന്നത്. ഈ കിടന്ന വേദത്തെ എല്ലാം കൂടെ 4ആയിട്ട് വിഭജിച്ച് തന്നു. 4ആയിട്ടെന്ന് പറയുമ്പം എല്ലാവർക്കും അറിയാവുന്നതാണ് വേദം. ഒന്നാമത്തത് ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. 4ആയിട്ട് വിഭജിച്ച് തന്നു. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. അപ്പൊ ഇതിൽ ഏറ്റവും വലിയ വേദം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഋഗ്വേദമാണ്. ഋഗ്വേദമാണ് ഏറ്റവും വേദങ്ങളിൽ വലിപ്പമുള്ളത് ഋഗ്വേദം. അപ്പൊ എങ്ങനെയാണ് ക്രോഡീകരിച്ചതെന്ന് പറഞ്ഞാൽ, ഋഗ്വേദം എന്ന് പറയുന്നത് പദ്യരൂപേണ ഇങ്ങനെ പരന്നു കിടന്നതെല്ലാം കൂടെ ക്രോഡീകരിച്ചാണ് ഋഗ്വേദമാക്കിയത്. പദ്യരൂപേണ ഉള്ളതെല്ലാം കൂടെ ചേർത്തുകൊണ്ട് ഋഗ്വേദമായി. അതുപോലെ തന്നെ
ഗദ്യരൂപേണ കിടന്നത്. അതെല്ലാം കൂടെ ചേർത്താണ് യജുർവേദം. ഗദ്യരൂപേണ കിടന്നതെല്ലാം കൂടെ ചേർത്തുകൊണ്ട് യജുർവേദം. ഗാനരൂപേണ, ഗാനമായിട്ട് ചൊല്ലാനൊക്കെ പറ്റുന്നത് അത് സാമവേദം. ഇനി ബാക്കിയെല്ലാം എന്ന് വെച്ചാൽ ഗദ്യവും പദ്യവും എല്ലാം കൂടെ മിക്സ് ചെയ്ത് വരുന്നതാണ് ഏത്? അഥർവവേദം. അപ്പൊ 4ആയിട്ട് വേദത്തെ തിരിച്ചു വേദവ്യാസൻ. അത് തിരിച്ചത് എങ്ങനെയാണ്? മഹർഷി തിരിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാല് പദ്യരൂപേണയുള്ള ഉള്ളതെല്ലാം കൂടെ ഋഗ്വേദം, ഗദ്യരൂപേണയുള്ളതെല്ലാം കൂടി യജുർവേദം, ഗാനരൂപേണ വന്നതൊക്കെ സാമവേദം. ഇനി ഗദ്യവും പദ്യവും എല്ലാം കൂടെ ചേർത്തുകൊണ്ട് വന്നത് അഥർവവേദത്തിലുമാക്കി 4ആയിട്ട് തിരിച്ചു. ഈ 4ആയിട്ട് തിരിച്ചപ്പോഴും അതിന് പിന്നെ വേദവ്യാസൻ 4 ഋഷിമാരെയും കൊടുത്തു. അതിന് 4 ആചാര്യന്മാർക്ക് അത് വിഭജിച്ചു കൊടുക്കുകയും ചെയ്തു. അതിന് 4 ആചാര്യന്മാരെ ആക്കുകയും ചെയ്തു. ഋഗ്വേദത്തിന്റെ ആചാര്യൻ എന്നറിയപ്പെടുന്നത് പൈലൻ എന്ന് പറഞ്ഞ ഋഷിയാണ്. മഹർഷി പൈലൻ എന്ന് പറഞ്ഞ മഹർഷി. യജുർവേദത്തിൻ്റെത് വൈശമ്പായൻ എന്ന് പറഞ്ഞ ഋഷിയാണ് ആചാര്യനായി അറിയപ്പെടുന്നത്. സാമവേദത്തിൻ്റെത് ജൈമിനി എന്ന് പറഞ്ഞ ഋഷി. അതുപോലെ അഥർവവേദത്തിൻ്റെത് സുമന്തു. അപ്പൊ 4 വേദത്തിനും 4 ആചാര്യന്മാരും ഉണ്ട്. വേദവ്യാസനാണ് ഇതിനെ വിഭജിച്ചു കൊടുത്തതെങ്കിലും 4 ആചാര്യന്മാര് ഇതിനുണ്ട്. 4 ആചാര്യന്മാരെന്ന് പറയുമ്പോൾ ഋഗ്വേദത്തിൻ്റെത് പൈലൻ, യജുർവേദത്തിൻ്റെത് വൈശമ്പായൻ, സാമവേദത്തിൻ്റെത് ജൈമിനി, അഥർവവേദത്തിൻ്റെത് സുമന്തു. അപ്പൊ ഇങ്ങനെ 4 ആചാര്യന്മാർക്കായിട്ട് ഇത് വിഭജിച്ചു കൊടുക്കുകയും ചെയ്തു. ഇവിടെ നമ്മൾ വേദത്തിന്റെ ഇപ്പം 3 ഭാഗങ്ങളെ കുറിച്ച് പറഞ്ഞു. ഒന്ന് കർമ്മകാന്ഡം പറഞ്ഞു, വാസനാകാന്ഡം പറഞ്ഞു, ജ്ഞാനകാന്ഡം. കർമ്മകാന്ഡം ആദ്യമുള്ള ദേവതാരാധന, വാസനാകാന്ഡം ദേവന്മാരെ ഉപാസിക്കുന്നത്, ജ്ഞാനകാന്ഡം എന്ന് പറയുന്നത് ആ സാധനയിലൂടെ അല്ലെങ്കിൽ തപസ്സിലൂടെ അവസാനം ലഭിക്കുന്ന ജ്ഞാനം. അതാണ് ജ്ഞാനകാന്ഡം. അത് അജ്ഞാനകാന്ഡം വരുമ്പോഴത്തേക്കും നിത്യമായിട്ടുള്ള ഒരു ദുഃഖനിവൃത്തി ആണ് അവിടെ ഉണ്ടാകുന്നത്. കർമ്മകാന്ഡത്തിലും ഉപാസനാകാന്ഡത്തിലും ദ്വൈതമായിരുന്നു, അല്ലെങ്കിൽ നിത്യ ദുഃഖനിവൃത്തി അല്ലായിരുന്നു. പക്ഷെ ജ്ഞാനകാന്ഡം വന്നപ്പോഴേക്കും നിത്യമായ നിത്യം നീ സത്യം ജ്ഞാനം ആനന്ദം, സത്യമായ ജ്ഞാനമായ ആനന്ദത്തെ അനുഭവിച്ചറിഞ്ഞു. അതെന്താണെന്ന് അറിയാനായിട്ട് പിന്നീട് ഒരു ദുഃഖമില്ലാത്ത അവസ്ഥ, ജനന മരണ ചക്രത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത് ഒരവസ്ഥ, അത് നിത്യ ആനന്ദമാണ്. അതിനാണ് എന്ത്? മോക്ഷം അഥവാ മുക്തി. ആ മുക്തി പദത്തില് മോക്ഷം അല്ലെ, മോക്ഷം നമ്മളിപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാക്ക് തന്നെയാണ്. മുക്തിയും മുക്തിപ്രഹരണം വായിക്കാനൊക്കെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് അവസാനം. ഇപ്പം കന്നി 5 അടുക്കുകയാണ്. അപ്പം യോഗ വസിഷ്ഠത്തില മുക്തിപ്രഹരണം വായിക്കാനാണ് പറഞ്ഞത്. എന്തിനാണ്? ആ മുക്തിയിലോട്ട് ഭഗവാൻ എത്തപ്പെടുന്ന അതിലോട്ട് ലയിച്ചു ചേരുകയാണ് ചെയ്യുന്നത്. കന്നി 5. അപ്പം അവിടെ സ്വർഗാരോഹണമല്ല വായിക്കാൻ പറഞ്ഞു. സ്വർഗത്തിലല്ല ഭഗവാൻ പോയത്. പാദങ്ങള് സ്വർഗാരോഹണം വായിക്കാൻ പറയാമായിരുന്നു അല്ലെ? അതല്ല ഭഗവാൻ അവിടെ ചെയ്തത്. അവസാനം പറഞ്ഞ വാക്ക് ഏതാ? മുക്തിപ്രഹരണം വായിക്കാൻ. ആ മുക്തി പദത്തിലോട്ട് ഇനി ജനനം മരണം രോഗം ഭയം ഇത്യാദി ഒന്നും നമ്മെ ബാധിക്കാത്ത ആ നിത്യശുദ്ധമായ മുക്തമായ പരമമായ ആനന്ദത്തിലേക്ക് ഭഗവാൻ വിലയം പ്രാപിക്കുന്നതാണ് എന്തെന്ന് പറഞ്ഞത്? ആ മുക്തിപ്രഹരണം വായിക്കാൻ പറഞ്ഞത്. അപ്പൊ ആ മുക്തിപദത്തിലേക്ക് എത്തപ്പെടുന്നതിനുള്ള ജ്ഞാനം ഉള്ളതാണ് ഈ ജ്ഞാനകാന്ഡം എന്ന് പറയുന്നത്. ആ ജ്ഞാനകാന്ഡം ജ്ഞാനകാന്ഡം എന്ന് പറയുമ്പോൾ അപ്പൊ 3-മത്തത് കാണ്ഡത്രയം. വേദത്തിന് 3 ഭാഗങ്ങൾ, കാണ്ഡത്രയം എന്ന് പറയാം. അപ്പൊ കർമ്മകാന്ഡം, ഉപാസനാകാന്ഡം, ജ്ഞാനകാന്ഡം.
ഇതിൽ ഉപാസനാകാന്ഡത്തിന് നമുക്ക് വലിയ പ്രാധാന്യമൊന്നുമില്ല. അതുകൊണ്ട് 2 കാണ്ഡത്തെക്കുറിച്ചാണ് നമുക്ക് തന്നെ അറിയാവുന്നത്. നമ്മുടെ ജീവിതത്തിലും ഈ 2 തന്നെയാണ് ഉള്ളത്. ഏതാണ്? കർമ്മകാണ്ഡവുമുണ്ട്, ജ്ഞാനകാണ്ഡവുമുണ്ട്. നമ്മൾ രാവിലെ നിത്യവും ഉപാസന ചെയ്യുന്നു, അല്ലെങ്കിൽ നിത്യവും സാധന ചെയ്യുന്നു. ഈ സാധനാക്രമത്തിലൂടെ നമ്മൾ പോയി പോയി എവിടെയാണ്? അജ്ഞാനകാണ്ഡത്തിലോട്ട് എത്തപ്പെടുകയാണ് ചെയ്യുന്നത്. കർമ്മകാണ്ഡം നമുക്കറിയാം, നമ്മൾ നിത്യവും ആരാധനയൊക്കെ ചെയ്യുന്നവരാ. രാവിലെ എഴുന്നേൽക്കുന്ന പ്രാർത്ഥന ചെയ്യുന്നു, അല്ലാതെയും പ്രാർത്ഥിക്കുന്നു, ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. നമുക്ക് പിന്നെ എന്താണ്, നമ്മുടെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ളതൊക്കെ നമ്മൾ നേടിയെടുക്കുന്നുണ്ട്. അത് തന്നെയാണ് എന്തെന്ന് പറയുന്നത്, ഈ കർമ്മകാണ്ഡ പ്രകാരം അത് നമ്മൾ നിത്യവും ചെയ്യുന്നതാണ്. ഇപ്പൊ നമുക്കറിയാം, കർമ്മകാണ്ഡം അല്ല, എന്തും കൂടിയുണ്ട്, ജ്ഞാനകാണ്ഡം എന്നൊന്നുണ്ട്. ആ ജ്ഞാനകാണ്ഡത്തിലൂടെ പോയാൽ എന്താണ്, നിത്യ ശുദ്ധ മുക്തമായ പരമപദത്തിൽ എത്തപ്പെടാൻ സാധിക്കും എന്ന് നമുക്കത് മനസ്സിലായി അല്ലെ. രണ്ടും രണ്ടാണ് എന്ന് നമുക്ക് ഇപ്പൊ കുറെ ക്ലാസ് ആയിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട്. ഇത് അറിഞ്ഞൂടാത്ത ഒരുപാട് പേരുണ്ട്. പക്ഷെ നമ്മളിപ്പോ ഇത് കേട്ട് കേട്ട് വരുമ്പോഴേക്കും നമുക്കത് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. ഭഗവാന്റെ ഓരോ ജ്ഞാനാമൃതം നമ്മൾ മനസ്സിലാക്കും തോറും നമുക്കറിയാം, ഭഗവാൻ നമ്മളെ ആ മുക്തിപദത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നതിനുള്ള മാർഗങ്ങളാണ് ഈ 63 ജ്ഞാനാമൃതം. എങ്ങനെ നമ്മളെ ആ മുക്തിപദത്തിലേക്ക് കൊണ്ടെത്തിക്കാം, നിത്യശുദ്ധമായ ആനന്ദത്തിലേക്ക് എങ്ങനെ കൊണ്ടെത്തിക്കാം എന്ന് ഭഗവാൻ തരുന്നതാണ് ഈ 63 ജ്ഞാനാമൃതം. ആ ഗദ്യ പ്രാർത്ഥനയിൽ തന്നെ അവസാനം എന്താ, എന്റെ ലോകവാസം കഷ്ടപ്പാട് കൂടാതെ കഴിഞ്ഞുകൂടുന്നതിനും, ഈ ലോകവാസത്തിൽ നമ്മൾ ജീവിക്കുവാണ് അല്ലെ, ഭൗതിക ജീവിതമാണ്. നമ്മളിവിടെ സന്യാസിയായിട്ടൊന്നും ജീവിക്കുകയല്ല, അല്ലാതെ ഗൃഹസ്ഥാശ്രമിയായിട്ട് ജീവിക്കുന്നു. ഭഗവാൻ രണ്ടും പറയുന്നുണ്ട്. ഗൃഹസ്ഥാശ്രമിയായിട്ട് ജീവിക്കുന്നത് കൊണ്ടാണ് എന്ത് പറഞ്ഞത്, എന്റെ ലോകവാസം കഷ്ടപ്പാട് കൂടാതെ കഴിഞ്ഞുകൂടുന്നതിനും. അങ്ങനെ അങ്ങ് കഴിഞ്ഞുകൂടിയാൽ മാത്രം മതിയോ? അത് പോരാ. പിന്നെന്താ പറയുന്നത്, ഒടുവിൽ നിന്റെ പരമപദം പ്രാപിക്കുന്നതിനും. പരമപദം പ്രാപിക്കുക എന്ന് പറയുന്നതാണ് മുക്തി നേടുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മോക്ഷപദത്തിൽ എത്തുക എന്ന് പറയുന്നത്. അപ്പൊ ഏറ്റവും അവസാനം നമ്മൾ എവിടെയാണ്? മുക്തിപദത്തിൽ എത്തിയിരിക്കണം. അത് എത്തണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആ മുക്തിപദം എന്താണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഭഗവാൻ തൃപ്പാദങ്ങളൊക്കെ തപസ് ചെയ്ത് ആ മുക്തിപദം എന്താണ്, നിത്യ ആനന്ദം എന്താ, മുക്തിപദം എന്ന് പറയുന്നത് നിത്യ ആനന്ദം, ആ പരമമായ സത്യം. പിന്നെ വലിയ വേദാന്തം പറയുന്ന ഒരു പരമാത്മാവിലെത്തി എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ ആ ദൈവം ആയി മാറുക എന്ന് പറയുന്നത്. അപ്പൊ അതിലെത്തണമെങ്കിൽ നമ്മൾ എന്താണ്, ഇപ്പൊ ഈ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ നൈനന്തരികമായ ആ പിന്നെ ഉപാസനയിലൂടെ, അല്ലെങ്കിൽ ആ പിന്നെ ദൈവത്തെ നിരന്തരം നമ്മൾ ചിന്തിക്കുന്നതിലൂടെ, അങ്ങനെ പോകുന്നതിലൂടെ നമുക്ക് എവിടെയാണ് ആ പരമപദം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അറിയാനായിട്ട് സാധിക്കും. ആ സത്യം എന്താണ്, ആ ആനന്ദം എന്താണ് എന്ന് അറിയാനായിട്ട് സാധിക്കും. അതാണ് സമാധി എന്ന് പറയുന്നത്. സമ്യക്ക് ആധി, സമ്യക്കായിരിക്കുക, അതില് ആ രണ്ടും ഒന്ന് ചേർന്നിരിക്കുക. സത്യം എന്താണെന്നറിഞ്ഞ സത്യവുമായി ചേർന്നിരിക്കുക. സമാധിയിൽ പോയാൽ തിരിച്ചു വരാനായിട്ട് സാധിക്കും. ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ സമാധിയായെന്ന് പറഞ്ഞാൽ അത് മരണപ്പെട്ടു, അല്ലെങ്കിൽ ദേഹം വിട്ടു എന്നല്ല അവിടെ അർത്ഥമാക്കുന്നത്. സമാധിയായി കഴിഞ്ഞാൽ ആ പരമമായ സത്യത്തെ അറിഞ്ഞു എന്നാണ്. ആ പരമമായ സത്യത്തിൽ എത്തപ്പെട്ടു. അവർക്ക് വീണ്ടും അതിലോട്ട് പോകാനായിട്ട് സാധിക്കും. ഭഗവാൻ തൃപ്പാദങ്ങൾ ഒരുപാട് തവണ ആ സമാധിസ്ഥമായ അവസ്ഥയിൽ എത്തിയത് നമുക്ക് ജ്ഞാനാമൃതങ്ങളിലൂടെയൊക്കെ തന്നിട്ടുള്ളതാണ്. അതുപോലെ ആ പരമമായ പദത്തിലെത്തിയ ശ്രീബുദ്ധൻ, വിവേകാനന്ദ സ്വാമികള്, ശ്രീ രാമകൃഷ്ണ പരമഹംസര്, പിന്നെ ശങ്കരാചാര്യ സ്വാമികള്, ഇവരൊക്കെ ആ പരമപദം ജീവിച്ചിരുന്നപ്പോൾ തന്നെ അറിഞ്ഞു. പിന്നീട് അവരാ മരണാനന്തരം അവര് അതിലോട്ടങ്ങ് ലയിച്ച്, മരണം ഇല്ല അവർക്ക്, അവര് അതിലോട്ട് ലയിച്ചു ചേർന്ന് ആ ജനന മരണമില്ലാത്ത ആ പരമപദം പ്രാപിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഗുരു തൃപ്പാദങ്ങളും അങ്ങനെ തന്നെയാണ് പരമപദം പ്രാപിക്കുകയാണ് ചെയ്തത്. ഭഗവാൻ പറഞ്ഞില്ലേ, നമുക്ക് നല്ല സുഖം തോന്നുന്നു അല്ലെ,
ആ ആ ആനന്ദമാണ് അവിടെ അനുഭവിക്കുന്നത്. ആ പിന്നെ ആ സമയത്തും ഭഗവാൻ ആനന്ദത്തിൽ അമർന്നിരിക്കുകയാണ്. ആ വണ്ടിരിക്കുന്നത് പോലെ താമരയിലിരുന്ന് നുകരുന്നത് പോലെ ഏറ്റവും കൂടുതൽ തേനാണ് അവിടെ കിട്ടുന്നത്. അതിനെ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഭഗവാൻ ആ സമയത്ത് പോലും അങ്ങനെ പറഞ്ഞ് നമുക്ക് പരമമായ സുഖം തോന്നുന്നു എന്ന് പറഞ്ഞത്. ആ ആനന്ദം അമർന്നുകൊണ്ട് ആ ആനന്ദത്തിലേക്ക്, ആ മുക്തിയിലേക്ക്, ആ പരമപദത്തിലേക്കാണ് ഭഗവാൻ ലയിച്ചത്. അപ്പം ആ ഒരു പദത്തിലേക്ക് നമുക്ക് എത്തിക്കുന്നതാണ് ജ്ഞാനകാന്ഡം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ രണ്ടും അറിഞ്ഞിരിക്കണം അല്ലെ? കർമ്മകാന്ഡവും നമുക്ക് കഴിഞ്ഞുകൂടുന്നതിനും പരമപദം പ്രാപിക്കുന്നതിന് ജ്ഞാനകാന്ഡം രണ്ടുമുണ്ട് എന്നും രണ്ടും നമ്മൾ അറിയുകയും വേണം. ഇപ്പം വേദം എന്ന് പറഞ്ഞതിനാണ് കാണ്ഡത്രയം എന്ന് പറഞ്ഞ. വേദം എന്ന് പറഞ്ഞ വാക്ക് ഏതിൽ നിന്ന് വന്നതാണ്? വിദ് എന്ന് പറഞ്ഞ ഒരു സംസ്കൃത ധാതുവിൽ നിന്ന് ഉണ്ടായതാണ് വേദം. വിദ്. വിദ് എന്ന് പറഞ്ഞാല് അതിന്റെ അർത്ഥം അറിവ്, അറിവ് എന്നാണ്. വിദ് എന്ന് പറഞ്ഞാൽ അറിവ്. അപ്പൊ വേദം എന്ന് പറഞ്ഞാൽ എന്താണ്? അറിവ്, ജ്ഞാനം എന്ന് തന്നെയാണ്. വേദത്തിന്റെ വേർഡിന്റെ മീനിങ് എന്ന് പറയുന്നത് അറിവ് എന്നാണ്. അപ്പം വേദത്തിൽ നിന്നാണ് നമ്മളിപ്പം നാലായിട്ട് അതിനെ തിരിച്ചു. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം പറഞ്ഞു. അതില് നാലെണ്ണത്തിന് 4 ആചാര്യന്മാരെ കൊടുത്തു എന്ന് പറഞ്ഞു. നമുക്ക് ഇതിനകത്ത് പിന്നെ ഇതിന് വേദത്തിന്റെ അന്തിമ ഭാഗത്തിന് ജ്ഞാനകാന്ഡം എന്ന് പറയുന്നു, അല്ലെങ്കിൽ അഥവാ ഉപനിഷത്ത് എന്ന് പറയുന്നു, അഥവാ അതിനെ ശ്രുതി എന്ന് പറയുന്നു. വേദത്തിന്റെ അന്തിമ ഭാഗം ജ്ഞാനകാന്ഡം. ജ്ഞാനകാന്ഡമാണ് ഉപനിഷത്ത് എന്ന് പറയുന്നത്. ഉപനിഷത്ത് തന്നെയാണ് ശ്രുതി എന്ന് പറയുന്നത്. ഉപനിഷത്ത് എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് ഉപ എന്ന് പറയുമ്പോൾ ഉപ എന്ന് പറയുമ്പോൾ അടുത്ത് എന്നാണ് ഉപ. നീ എന്ന് പറഞ്ഞാൽ ഇരിക്കുക. ഉപനിഷത്ത് എന്ന് പറയുമ്പോൾ അപ്പൊ ഉപ എന്ന് പറയുമ്പോൾ ഉപ നീ എന്ന് വരുമ്പോ തന്നെ അടുത്തിരിക്കുക. അടുത്തിരിക്കുക എന്ന് പറയുമ്പോൾ ആരുടെ അടുത്തിരിക്കുന്നതാണ്? ഗുരുവും ശിഷ്യനും ഒന്നു ചേർന്നിരിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് ഉപനിഷത്ത്. ഉപ എന്ന് പറയുമ്പോൾ അടുത്ത്, നീ എന്ന് പറയുമ്പോൾ ഇരിക്കുക. അപ്പൊ ഗുരുവിന്റെ അടുത്തിരുന്ന് പഠിക്കുന്ന രഹസ്യം ആണ് എന്തെന്ന് പറയുന്നത് ഉപനിഷത്ത് എന്നുള്ളത്. അപ്പം അവിടെ 2 പദങ്ങൾ വരുന്നുണ്ട് ഉപനിഷത്ത്. ഉപ കഴിഞ്ഞിട്ട് പിന്നെ സദ് എന്ന് പറഞ്ഞ ഒരു ധാതു വരുന്നുണ്ട്. ഉപ, ഉപ, നീ എന്നീ ഉപസർഗങ്ങളും പിന്നെ സദ് എന്ന് പറഞ്ഞൊരു ധാതുവുമാണ്. സദ് എന്ന് പറഞ്ഞ ധാതുവില് അതിന് 3 അർത്ഥങ്ങൾ വരുന്നുണ്ട്. സദ്ദിന്, ഉപനിഷത്ത് എന്നുള്ളതിന് സദ്, ഉപ, നീ, സദ്. ഉപ എന്ന് പറയുമ്പോ അടുത്ത്, നീ എന്ന് പറയുമ്പോ ഇരിക്കുക, സദ് എന്ന് പറയുന്നതിന്റെ ആ ധാതുവിന്റെ ആ പദത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത്, ഒന്നെന്ന് പറയുന്നത് വിശരണം, വിശരണം എന്നൊരർത്ഥമുണ്ട്. 2 ഗതി എന്ന് പറഞ്ഞൊരർത്ഥമുണ്ട്. 3 അവസാദനം എന്ന് പറഞ്ഞൊരർത്ഥമുണ്ട്. 3 അർത്ഥങ്ങൾ അതിനെടുക്കാം സദ് എന്ന് പറഞ്ഞ ധാതുവിന്. ഉപനിഷത്ത് പഠിക്കുന്നത് കൊണ്ടാണ് മക്കൾ അത് ഒന്ന് പറയുന്നത്. അപ്പം ഒന്നാമത്തത് വിശരണം. വിശരണം എന്ന് പറഞ്ഞാൽ നശിപ്പിക്കുക എന്നാണ് അർത്ഥം. നശിപ്പിക്കുക. എന്തായിരിക്കും ഇവിടെ നശിപ്പിക്കുന്നത്? ഉപനിഷത്ത് പഠിക്കുമ്പോൾ നമ്മളിലുള്ള എന്തായിരിക്കും നശിച്ചു പോകുന്നത്? അജ്ഞാനമായിരിക്കും നശിക്കുന്നത് അല്ലെ? നമ്മളിലുള്ള അജ്ഞാനം അവിടെ നശിപ്പിക്കുന്നു. അപ്പൊ വിശരണം ചെയ്യുക, നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളിലുള്ള അജ്ഞാനം. അജ്ഞാനത്തിന് വേദാന്തപരമായി പറയുന്ന മറ്റൊരു വാക്കാണ് അവിദ്യ. അവിദ്യയെ നശിപ്പിക്കുക അല്ലേ? അപ്പം ആ അജ്ഞാനം അഥവാ അവിദ്യ ഇല്ലാതാക്കുന്നതിനെ ആണ് വിശരണം എന്ന് പറയുന്നത്. അവിദ്യ നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ പഠിക്കാം. അപ്പൊ അതിനെ നശിപ്പിക്കുക എന്നുള്ളതാണ്. അടുത്തതെന്ന് പറയുന്നത് എന്താണ്? വിശരണം ചെയ്യുക. ഗതി. ഗതി എന്നൊരർത്ഥമുണ്ട്. നമ്മൾ ഗതി പ്രാപിക്കുക എന്ന് പറയും അല്ലെ? ഗതി പ്രാപിക്കല്. പരമഗതിയാ നമുക്ക് വേണ്ടത്, വെറും ഗതിയല്ല അല്ലെ? പല ഗതികൾ നമുക്ക് കിട്ടാറുണ്ട്. ജോലി കിട്ടുന്ന ഒരു ഗതി കിട്ടും, കല്യാണം കഴിക്കുന്ന ഒരു ഗതി കിട്ടും അല്ലെ? അക്കടെ നമ്മൾ അവ ഗതി പ്രാപിച്ചെന്നൊക്കെ പറയാറുണ്ട്. ആ ഗതിയല്ല, പരമഗതി പ്രാപിക്കണം, പരമപദം. അതാണ് നമുക്ക് വേണ്ടത്. അപ്പൊ അത് ഉപനിഷത്ത്
സദ് എന്ന് പറഞ്ഞ ആ ധാതുവിന്റെ അർത്ഥത്തിൽ വരുന്നതാണ് ഗതി പ്രാപിക്കൽ. വേറെ ഒന്നെന്ന് പറയുന്നത് അവസാദനം ചെയ്യുക എന്ന് പറയുന്നത്. അവസാദനം എന്ന് പറഞ്ഞാല് അതിന്റെ അർത്ഥം ക്ഷീണിപ്പിക്കുക എന്നുള്ളതാണ്. ക്ഷീണിപ്പിക്കുക. ക്ഷീണിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തിനെയാണ്? നമ്മളുടെ ജനന മരണം എന്ന് പറഞ്ഞ സംസാര ചക്രത്തെ ക്ഷീണിപ്പിക്കുക. ആ സംസാര ചക്രത്തെ കുറച്ച് കുറച്ച് കൊണ്ടുവന്നല്ലേ അവസാനം ഇല്ലാതാക്കാൻ പറ്റത്തുള്ളൂ. പെട്ടെന്ന് കയറിയിട്ട് ഇപ്പം നമ്മളടുത്ത് നമ്മളങ്ങ് മുക്തിപദത്തിൽ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ടൊന്നും പറ്റത്തില്ല അല്ലേ? അപ്പൊ അത് പയ്യെ പയ്യെ ക്ഷീണിപ്പിക്കുക, കുറഞ്ഞു കുറഞ്ഞു വരിക, ജനന മരണങ്ങൾ കുറച്ച് കുറച്ച് കൊണ്ടുവരിക. അതിൽ പെട്ടുകിടന്ന് വീണ്ടും ഉഴന്നൊഴുന്ന് പോവാതെ അതിനെ കുറച്ച് കുറച്ച് കൊണ്ടുവരാൻ, ക്ഷീണിപ്പിക്കാനായിട്ട് വരിക എന്നുള്ള വാക്കാണ് അവസാദനം, ക്ഷീണിപ്പിക്കൽ. അപ്പൊ ഉപനിഷത്ത് എന്ന് പറയുമ്പോൾ ഗുരുവിന്റെ അടുത്ത് ചേർന്നിരുന്ന് ശിഷ്യനും ഗുരുവുമായിട്ട് അവര് ചേർന്നിരുന്ന് രഹസ്യ വിദ്യ പഠിക്കുവാണ്. എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ജ്ഞാനം മാറണം, ഗതി പ്രാപിക്കുക, അല്ലെങ്കിൽ എന്താണ് പിന്നെ അവസാദനം ചെയ്യുക എന്ന് വെച്ചാൽ ക്ഷീണിപ്പിക്കുക, നമ്മുടെ ജനന മരണങ്ങളെയൊക്കെ ക്ഷീണിപ്പിക്കുക, ഗതി പ്രാപിക്കുക, പരമഗതി പ്രാപിക്കുക, അല്ലെങ്കിൽ അജ്ഞാനം അഥവാ അവിദ്യ ഇല്ലാതാക്കുക. അപ്പൊ അങ്ങനെയൊക്കെ ഇല്ലാതാക്കുന്നതിനാണ് പിന്നെ ഗുരുവിന്റെ അടുത്ത് ആര് പോയിരിക്കുന്നത്? ശിഷ്യൻ. വേറെ ആരടുത്ത് പോയിരുന്നാലും അത് അങ്ങനെ ആ പദത്തിൽ എത്താനായിട്ട് സാധിക്കത്തില്ല. ആ ഒരു അറിവ് നമുക്ക് കിട്ടണമെങ്കിൽ എവിടെ നിന്ന് മാത്രമേ പറ്റൂ? ഗുരു എന്ന് പറഞ്ഞ ആ പദത്തിലെത്തിയ മഹാഋഷിക്ക് മാത്രമേ നമ്മളെ ആ ഒരു പദത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കൂ. അങ്ങനെയുള്ള നമ്മുടെ ആധുനിക ലോകത്തുണ്ടായിരുന്ന ഗുരു, ആകെ ഒരു ഗുരുവിനെ നമുക്കറിയാവൂ അല്ലേ? നമ്മുടെ തൃപ്പാദങ്ങൾ മാത്രം. അപ്പൊ അങ്ങനെ അതുകൊണ്ടാണ് നമ്മൾ ആ തൃപ്പാദങ്ങളുടെ പാത നമ്മൾ പിന്തുടർന്ന, തൃപ്പാദങ്ങൾ തന്നെ പറഞ്ഞിട്ട് പ്രകാശിച്ചുകൊണ്ട് തന്നെ ഇരിക്കുമെന്ന് അല്ലേ? നമുക്ക് തന്നെ അറിയാം, ഗുരു തൃപ്പാദങ്ങളുടെ ആ ഒരു സന്നിധിയിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ തന്നെ, ആ വർക്കലയിൽ തന്നെ ആ മഹാസമാധിയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന അനുഭവം, അതൊക്കെ ശുദ്ധിയോടുകൂടി അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു അനുഭവം അവിടെ തന്നെ ഉണ്ടാകും. അത് അനുഭവിച്ചറിയാനായിട്ട് പറ്റും. അല്ലാതെ ആർക്കും അത് പറഞ്ഞു കൊടുക്കുന്നതല്ല അല്ലേ? നമുക്കത് ആ അനുഭവത്തിലൂടെ നമുക്കത് കിട്ടും. നമ്മൾ അതിനൊന്ന് വലം വെക്കുമ്പോഴും, അല്ലെങ്കിൽ ആ ഭഗവാന്റെ ആ വെണ്ണക്കൽ പ്രതിമ കാണുമ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്കത് അതിലോട്ട് അല്ലേ ഇല്ലാത്തൊരു അനുഭവം നമുക്ക് കിട്ടാറുണ്ട്. അത് തന്നെയാണ് ഭഗവാൻ എന്താണ് പ്രകാശിച്ചുകൊണ്ട് തന്നെ നമ്മുടെ മുന്നിൽ നിൽക്കുവാണ്. എല്ലാവരുടെ ഉള്ളിലും വരും പ്രകാശിച്ചുകൊണ്ട്. നമ്മൾ നമ്മെ സമർപ്പിക്കുക, ഭഗവാനായിട്ട് സമർപ്പിക്കുക, അത്രമാത്രം മതി. അപ്പൊ ഗുരുവിനടുത്തിരുന്നാൽ മാത്രമേ ഒരു ശിഷ്യന് എന്താണ് ആ പരമപദം പ്രാപിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. പരമപദം പ്രാപിക്കുക എന്നൊക്കെ പറയുമ്പോൾ അവനവനെ തന്നെ തിരിച്ചറിയുന്നതാണ്. തൻ്റെ ഉള്ളിലെ ആ ആത്മജ്ഞാന സത്യത്തെ എന്താണെന്ന് തിരിച്ചറിയുക. തിരിച്ചറിയണമെങ്കിൽ അതിനുള്ള മാർഗം ഉപദേശിച്ചു തരുന്നത് ഗുരുവാണ്. എങ്ങനെയാണ്? മൗന ഭാഷയിൽ. ഗുരുവിന്റെ ഉപദേശം എപ്പോഴും എങ്ങനെയാ? മൗന ഭാഷയാ. നമ്മൾ ചെന്ന് ചോദിക്കുമ്പോൾ വലിയ ബുക്കൊക്കെ എടുത്ത് പറഞ്ഞു തരുമല്ല ചെയ്യുന്നത്. ഉപദേശങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവസാനം ഏതാണ്? ആ മൗന ഭാഷയിൽ കിട്ടണം അവിടെ നിന്ന്. മൗനത്തിലൂടെ അവർ തമ്മിൽ സംസാരിച്ചാൽ മാത്രമേ നമുക്ക് ആ പരമപദത്തിൽ എത്താനായിട്ട് പറ്റൂ. രമണ മഹർഷിയും ഗുരു തൃപാദങ്ങളും കൂടെ എങ്ങനെയാണ് മൗന ഭാഷയിൽ അവിടെ സംഭാഷണം നടത്തിയത്? അവരൊക്കെ പരമപദത്തിലിരുന്നത് കൊണ്ട് അവർക്ക് തിരിച്ചു വന്നപ്പം ശിഷ്യന്മാർ ചോദിച്ചു, ഇവിടം വരെ വന്നിട്ട് ഒന്നും സംസാരിച്ചില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത്? ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചെന്നാ പറഞ്ഞത്. അപ്പൊ മൗന ഭാഷയിലാണ്. ആദ്യ ഗുരു ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, സനകാദികൾക്ക് അവരുടെ സംശയങ്ങൾ തീർത്തു കൊടുത്തത് മൗന ഭാഷയിലാണ്. അപ്പൊ ആ മൗന ഭാഷയില് സംശയങ്ങൾ തീരണം. ആ പദത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നത് ആരാണ്? ഗുരുവാണ്. ഗുരുക്കന്മാർക്ക് മാത്രമേ നമ്മളെ ആ പദത്തിലേക്ക് കൊണ്ടെത്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ ഇവിടെ ഗുരുവിന്റെ അടുത്ത് ഒരു ശിഷ്യൻ ചേർന്നിരുന്ന് പഠിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഉപനിഷത്ത്. ഉപ എന്ന് പറയുമ്പോൾ അടുത്ത്, നീ എന്ന് പറഞ്ഞ് ചേർന്നിരിക്കുക. ഉപനിഷത്ത് എന്ന് പറയുമ്പോൾ ഗുരുവിനടുത്ത് ചേർന്നിരുന്ന് പഠിക്കുന്നതിനെയാണ് ഉപനിഷത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ
നമ്മൾ ഉപനിഷത്ത് എന്ന് പറയുമ്പോൾ അവസാന ഭാഗം, വേദത്തിന്റെ അവസാന ഭാഗം. 3 ഭാഗം ഉണ്ടെന്ന് പറഞ്ഞതിൽ പ്രധാനമായി 2 പറഞ്ഞു. അതിൽ ഒന്നാമത്തത് കർമ്മകാന്ഡം, രണ്ടാമത്തെന്ന് പറയുന്നത് ജ്ഞാനകാന്ഡം. രണ്ടായിട്ട് എടുത്തത് കൊണ്ടാണ്. ജ്ഞാനകാന്ഡമാണ് എന്താണ് വേദത്തിന്റെ അവസാന ഭാഗം. അതാണ് എന്തെന്നറിയപ്പെടുന്നത്? ഉപനിഷത്ത് എന്നറിയപ്പെടുന്നത്. അപ്പൊ അതെല്ലാം ജ്ഞാനങ്ങളാണ്. ആ ജ്ഞാനങ്ങളുടെ സമ്പത്താണ് അതെല്ലാം. ജ്ഞാനം ചേർന്നിരിക്കുന്നതാണ്. അപ്പൊ അതാണ് നമ്മൾ അങ്ങനെയും ഒരു ഭാഗം ഉണ്ട് എന്ന് നമ്മൾ അറിയുന്നത്. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് ഇപ്പം വേദത്തിന്റെ 4 വേദങ്ങൾ പറഞ്ഞു. വേദത്തിന് തന്നെ പിന്നീട് 4 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട് വേദത്തിന്. ഇപ്പൊ നമ്മൾ വേദം 4 വേദങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ് ഓരോ വേദത്തിന് 4 ഭാഗങ്ങളായിട്ടും തിരിച്ചിട്ടുണ്ട്. നമ്മൾ കേട്ടിട്ടുള്ളതാണ്. എന്നുവെച്ചാല് കുറച്ച് അടുത്തത് പറയുമ്പോൾ മനസ്സിലാവും. അപ്പം 4 ഭാഗം എന്ന് പറയുമ്പോൾ ഒന്നാമത്തതെന്ന് പറയുന്നത് സംഹിത. എല്ലാ വേദത്തിലും ഉള്ളതാണ്. ഒന്നാമത്തത് സംഹിത, രണ്ടാമത്തത് ബ്രാഹ്മണം, മൂന്നാമത്തത് അരണ്യകം, നാലാമത്തത് ഉപനിഷത്ത്. അപ്പൊ 4 ഭാഗങ്ങൾ ഇതിനുണ്ട്. എല്ലാ വേദത്തിനും 4 ഭാഗങ്ങളുണ്ട്. സംഹിത ഭാഗമുണ്ട്, ബ്രാഹ്മണ ഭാഗമുണ്ട്, അരണ്യകമുണ്ട്, ഉപനിഷത്തുണ്ട്. അപ്പം നമ്മൾ ഋഗ്വേദം എടുത്താൽ അതിന് 4 ഭാഗങ്ങളുണ്ട്. യജുർവേദം എടുത്താൽ അതിന് 4 ഭാഗങ്ങളുണ്ട്. എല്ലാ വേദത്തിനും 4 ഭാഗങ്ങളുണ്ട്. സംഹിതാ ഭാഗം, ബ്രാഹ്മണം, അരണ്യകം, ഉപനിഷത്ത്. ഭാഗം എന്ന് പറയുന്നത്, ഈ സംഹിതാ ഭാഗം എന്ന് പറയുന്നത് അവിടെ സ്തുതിഗീതങ്ങൾ ഉണ്ടായിരിക്കും. യാഗം, യജ്ഞം, അതിൻ്റെയൊക്കെ മന്ത്രങ്ങള്, മന്ത്രസമൂഹങ്ങളായിരിക്കും ഈ സംഹിതാ ഭാഗം. മന്ത്രസമൂഹം. ഈ മന്ത്രസമൂഹം എന്ന് പറയുമ്പം അവിടെ മന്ത്രങ്ങളൊക്കെ ഉള്ളത് നമുക്ക് ഭഗവാൻ തൃപ്പാദങ്ങള് ശ്രീനാരായണ ധർമ്മത്തില് ആശ്രമധർമ്മം പറഞ്ഞു തന്നിട്ടുണ്ട്. ആശ്രമധർമ്മം. അതിലൊന്നാമത്തത് ബ്രഹ്മചര്യ ആശ്രമം എന്ന് പറഞ്ഞു. ബ്രഹ്മചര്യ ആശ്രമം. അപ്പൊ ഈ ബ്രഹ്മചര്യ ആശ്രമവും സംഹിതയും കൂടെ നമ്മളത് കണക്ട് ചെയ്ത് പഠിച്ചാല് സംഹിതാ ഭാഗത്ത് പറഞ്ഞ് സ്തുതിഗീതങ്ങളും യാഗയജ്ഞ ഗീതങ്ങള്, മന്ത്രങ്ങള്, അതൊക്കെയാണ് സംഹിതാ ഭാഗത്ത് വരുന്നത്. സംഹിതാ ഭാഗത്ത് വരുന്ന കാര്യങ്ങളാണ് ഒരു വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ കുട്ടികൾ അത് പഠിച്ചെടുക്കേണ്ടത്. ആ ബ്രഹ്മചര്യ വ്രതം എന്ന് പറയുന്നത് പുരുഷന് 24 വയസ്സ് വരെയൊക്കെ അവർക്കത് പഠിച്ചെടുക്കാനുള്ള ഒരു പ്രായം അതിനകത്ത് പറയുന്നുണ്ട്. അപ്പം അത് പറയുമ്പോഴേക്കും അത്രയും കാലം കൊണ്ട് അവൻ എന്താണ് ഈ കാര്യങ്ങളെല്ലാം സംഹിതാ ഭാഗത്തുള്ളത്, വിദ്യാഭ്യാസ കാലഘട്ടമാണ്. ആ കാലത്ത് അതെല്ലാം പഠിച്ചിരിക്കണം. നമ്മളിപ്പോ വിചാരിക്കുന്നത് ഇതൊക്കെ പഠിക്കേണ്ടത് ഏതാണ്, വയസ്സായവരാണ് അല്ലെ, അതൊന്നും അല്ല എന്നാണ് അവരുടെ ഒരു ധാരണ. പക്ഷെ വേദങ്ങളിലെല്ലാം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആദ്യ ഭാഗത്ത് വിദ്യാർത്ഥി കാലഘട്ടത്തിൽ തന്നെയാണ് ഇതെല്ലാം പഠിച്ചിരിക്കേണ്ടത്. മന്ത്രങ്ങളും യാഗങ്ങളും അല്ലെങ്കിൽ അതിൽ എന്തൊക്കെയുണ്ടോ യജ്ഞങ്ങളും അതിനൊക്കെയുള്ള ഗീതങ്ങൾ എന്തൊക്കെയാണ്, അതെല്ലാം ഈ മന്ത്രസമൂഹം എല്ലാം പഠിച്ചിരിക്കേണ്ടത് വിദ്യാർത്ഥി കാലഘട്ടത്തിലാണ്. അതാണ് ഭഗവാൻ ആശ്രമധർമ്മത്തിൽ ഒന്നാമത് പറഞ്ഞത് ബ്രഹ്മചര്യാശ്രമം. അവിടെയാണ് നമ്മളെല്ലാം പഠിച്ചെടുക്കേണ്ടത് വിദ്യാർത്ഥി കാലഘട്ടത്തിൽ. രണ്ടാമത് വരുന്നതാണ് ബ്രാഹ്മണം. ബ്രാഹ്മണം എന്ന് പറയുമ്പോൾ ഒരു ഗൃഹസ്ഥാശ്രമി. നമ്മൾ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് ആ ഗൃഹസ്ഥാശ്രമത്തിലോട്ട് കയറുമ്പോൾ നമ്മൾ ഏതാണ് ആ അനുഷ്ഠാനം ചെയ്യുന്നു. അതെല്ലാം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നു. നമ്മൾ പഠിച്ച കാര്യങ്ങളല്ലേ നമുക്ക് പിന്നെ കയറി പഠിക്കുക. ഇപ്പൊ നമ്മൾ വയസ്സായിട്ട് പഠിക്കാനൊക്കെ നമുക്ക് പാടാം, മന്ത്രങ്ങളും അതും ഇതുമൊക്കെ അല്ലെ. മന്ത്രങ്ങളൊക്കെ ആ കുഞ്ഞിലെ പഠിച്ചിരുന്നെങ്കിൽ ആ മന്ത്രങ്ങൾ നമ്മൾ എപ്പോഴും ഉരുവിട്ടോണ്ടിരിക്കും. നമ്മൾ അവസാനം പോകുമ്പോഴും മന്ത്രത്തോടു കൂടി തന്നെ പോകും അല്ലെ. അപ്പൊ ജനിക്കുന്നതും മന്ത്രത്തോടു കൂടിയായി. അപ്പൊ അതുപോലെ ആ മന്ത്ര അനുഷ്ഠാന കാലം എന്ന് പറയുന്നതാണ് ഈ ബ്രാഹ്മണം. അതിന് ഭഗവാൻ തൃപ്പാദങ്ങള് ആശ്രമധർമ്മത്തിൽ രണ്ടാമത് പറഞ്ഞത് ഗൃഹസ്ഥാശ്രമം എന്ന് തന്നെയാ പറഞ്ഞത്. ഗൃഹസ്ഥാശ്രമം.
അപ്പൊ ബ്രാഹ്മണം എന്ന് പറയുന്നത് ഒരു ഗൃഹസ്ഥാശ്രമി അവന്റെ ആ മന്ത്രങ്ങളെ അനുഷ്ഠിക്കുന്ന ഒരു പീരീഡിനെയാണ് എന്തെന്ന് പറയുന്നത്, പിന്നെ ബ്രാഹ്മണം എന്ന് പറയുന്നത്. ആ ധർമ്മം അനുഷ്ഠിക്കുക അല്ലെങ്കിൽ മന്ത്രം അനുഷ്ഠിക്കുക എന്നുള്ളത്. അടുത്ത മൂന്നാമത്തതാണ് അരണ്യകം. അത് അത്ര വലിയ പ്രാധാന്യമുള്ളതല്ല ഇപ്പോഴത്തെ കാലത്ത് എന്നൊക്കെ പറയുന്നത്. അരണ്യകം നമുക്കറിയാം, വനാന്തരങ്ങളിലൊക്കെ പോയിരുന്ന് കുറച്ചൊക്കെ ഇതിൽ നിന്നൊക്കെ വിടുതൽ കുറച്ചൊക്കെ വിട്ടുകൊണ്ട്, അല്ലെ, ആ ഗൃഹസ്ഥാശ്രമമൊക്കെ വിട്ടുകൊണ്ട് നമ്മൾ ജീവിക്കുന്നത് ആണ് അരണ്യകം എന്ന് പറയുന്നത്. അത് ഭഗവാൻ എന്താ പറഞ്ഞത്, വാനപ്രസ്ഥാശ്രമം എന്ന് മൂന്നാമത്തതായിട്ട് പറഞ്ഞിരുന്നു. ഈ വേദത്തിൽ പറഞ്ഞിരിക്കുന്നത് ഏതാണ്, അരണ്യകം. രണ്ടോ ഒന്ന് തന്നെ അല്ലെ, അരണ്യകം മറ്റേത് വാനപ്രസ്ഥാശ്രമം, ആശ്രമധർമ്മത്തില്. അപ്പം അരണ്യകം എന്ന് പറയുമ്പം കുറച്ച് പ്രായമൊക്കെ നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ കഴിയുന്നത് ഓരോരുത്തർക്കും ഓരോ ഏജിലായിരിക്കും. ചിലർക്ക് 60 ചിലർക്ക് 70 അല്ലെ. കുറെ ഉത്തരവാദിത്വങ്ങളൊക്കെ കഴിയുമ്പോൾ അവര് ഇതിൽ നിന്നൊക്കെ ആ മമതയൊക്കെ വിട്ട്, അല്ലെ, എല്ലാത്തിനോടുമുള്ള അറ്റാച്ച്മെന്റ് ഒക്കെ കളഞ്ഞ് കുറെ ഇരിക്കുക. പണ്ടൊക്കെ വനാന്തരത്തിൽ പോയി ഇരിക്കുക, ഇപ്പൊ വനത്തിലൊന്നും പോകാനൊന്നും പറ്റത്തില്ല, വനവും ഇല്ല, അല്ലെ. ഇപ്പൊ നമ്മുടെ വീടാണ് വനം. വീട് വനമാക്കിയാൽ മതി, എന്നിട്ട് അതിനകത്തങ്ങ് ഇരുന്നാൽ മതി. അടുത്തതെന്ന് പറയുന്നത് ലാസ്റ്റ് ഭാഗമാണ് എന്തെന്ന് പറയുന്നത്, ഉപനിഷത്ത്. ഉപനിഷത്ത് എന്ന് പറയുന്നത് നമ്മൾ ഈ വേദങ്ങളുടെ ആ അവസാന ഭാഗം എന്ന് പറയുന്നു. അറിവിന്റെ അന്തിമ ഭാഗമാണ് വേദാന്തം അഥവാ ഉപനിഷത്ത് എന്ന് പറയുന്നത്. അപ്പം അവിടെ നമ്മൾ അതിന്റെ എല്ലാം കൂടെ അത് അറിയുക എന്നുള്ളതാണ്, തപസ് ചെയ്ത് അറിയുക എന്നുള്ളതാണ്. അത് ഭഗവാൻ പറഞ്ഞേക്കുന്നത് എന്താണ്, സന്യാസാശ്രമം. സന്യാസാശ്രമം നാലാമത്തത്. വേദത്തിൽ പറഞ്ഞിരിക്കുന്നത് ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ ആ സന്യാസത്തിലൂടെ ആ പരമപദത്തിൽ എത്തപ്പെടുന്നത്, ആ ഉപനിഷത്തിലെ ആ ജ്ഞാനം, ആ വേദങ്ങളുടെ എല്ലാ സാര അർത്ഥവും അടങ്ങിയിരിക്കുന്ന ഭാഗമാണ് ആ ഉപനിഷത്ത് എന്ന് പറയുന്നത്. അപ്പൊ വേദത്തിന് 4 ഭാഗം പറഞ്ഞു: സംഹിത, ബ്രാഹ്മണം, അരണ്യകം, ഉപനിഷത്ത്. സംഹിത എന്ന് പറയുന്നത് മന്ത്രസമൂഹങ്ങള്. നമ്മൾ എന്തൊക്കെ മന്ത്രങ്ങളൊക്കെ അറിയുന്നു, പഠിക്കുന്നു, ആ കാര്യങ്ങളെല്ലാം വരുന്ന മന്ത്രസമൂഹമാണ് സംഹിതാ ഭാഗം. ബ്രാഹ്മണം എന്ന് പറയുന്നത് എന്താണ്, അതെന്ന് പറയുന്നത് മന്ത്ര അനുഷ്ഠാനം, പഠിച്ച മന്ത്രങ്ങൾ അനുഷ്ഠിക്കുന്നു. അരണ്യകം എന്ന് പറയുന്നത് ആ ഒരു എല്ലാത്തിൽ നിന്ന് വിടുതൽ ചെയ്ത് ഇരിക്കുന്ന ആ ഭാഗം. ഉപനിഷത്ത് എന്ന് പറയുന്നത് അതിന്റെ ആ മന്ത്രങ്ങളുടെ എല്ലാം അല്ലെങ്കിൽ ഈ വേദങ്ങളുടെ മൊത്തം ആ സാരാർത്ഥമാണ് എന്തെന്ന് പറയുന്നത്, ആ ഉപനിഷത്ത് എന്ന് പറയുന്നത്. വേദങ്ങളുടെ എല്ലാം അർത്ഥം, അറിവിന്റെ എല്ലാം അന്തിമ ഭാഗം, എന്തൊക്കെ അറിഞ്ഞോ അതിന്റെ ഏറ്റവും അവസാന ഭാഗം, അത് അറിവ് തന്നെയാണ്. ഉപനിഷത്ത് എന്ന് പറയുമ്പോൾ അത് അറിവ് തന്നെയാണ്. ഇപ്പൊ 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് എന്താണ് ഭഗവാൻ തൃപ്പാദങ്ങള് ശ്രീനാരായണ ധർമ്മത്തിൽ ആശ്രമധർമ്മം ഏത് വരും, ബ്രഹ്മചര്യാശ്രമം മനസ്സിലാവുമല്ലോ, ഒന്നാമത്തത്. രണ്ടാമത്തത് ഗൃഹസ്ഥാശ്രമം മനസ്സിലാവും. മൂന്നാമത്തത് വാനപ്രസ്ഥാശ്രമം. നാലാമത്തത് വരുന്നത് സന്യാസാശ്രമം. അപ്പൊ അത് 4 അത് ഇതുമായിട്ട് കമ്പയർ ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഇത്രയും കാര്യങ്ങൾ മതി ഇന്ന് നമുക്ക്. ബാക്കി നമുക്ക് അടുത്ത ദിവസത്തേക്ക് പഠിക്കാം. എല്ലാം കൂടെ ആയിക്കഴിഞ്ഞാൽ ശരിയാവില്ല, അല്ലെ, മനസ്സിലാക്കണ്ടേ. അപ്പൊ ഇത് പഠിപ്പിച്ചതൊക്കെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു.